ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള ഭാഗം പരിശോധിക്കാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും ഭൂമിയിലെ സകല ഭോജന ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭോജന ജന്തുക്കൾക്കും പച്ചസസ്യമൊക്കെ ഞാൻ തന്നിരിക്കുന്നു. അങ്ങനെ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. 6-ാം ദിവസത്തിൻ്റെ ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളും മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിയിലുള്ള വിശേഷത, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ്. ഈ മനുഷ്യനെ ദൈവം സകലത്തിന്മേലും അധികാരിയാക്കി വെച്ചു എന്നാണ്. ആകാശത്തിലെ പറവന്മേൽ, ഭൂമിയിലെ ഇഴജാതിയിന്മേൽ, സമുദ്രത്തിലെ മത്സ്യത്തിന്മേൽ ഒക്കെ അവർക്ക് ആധിപത്യം ദൈവം നൽകിയെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദാം സൃഷ്ടിക്കപ്പെട്ടു. ആദാമിനെ നിലത്തെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. മറ്റുള്ളതെല്ലാം ഉളവായി വരട്ടെ എന്നാണ്. മനുഷ്യന്റെ സൃഷ്ടിയിൽ ദൈവം നേരിട്ടുള്ള ഇടപെടൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 26-ാം വാക്യത്തിൽ, അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്നു. ഇവിടെ ഈ സൃഷ്ടി വേലയിൽ രണ്ടുപേരെ നമുക്ക് കാണാൻ കഴിയും. അവർ തമ്മിലുള്ള അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. നാം നമ്മുടെ സ്വരൂപം. ഇവിടെ ഒന്ന് യഹോവയായ ദൈവവും രണ്ടാമത് അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവുമാണ്. അവരാണ് ഈ സൃഷ്ടിവേലകൾ നടത്തുന്നതെന്നാണ്. ദൈവത്തിൻ്റെ സ്വരൂപം സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ ഒരു പരിധിവരെ മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ്. ജ്ഞാനം, നീതി, സ്നേഹം, ശക്തി, ദയ, കരുണ എന്നിങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങൾ ഒരളവ് വരെ ആദാമിന് ദൈവം നൽകിയിരുന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവും പിതാവായ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവമാണ് യേശുക്രിസ്തുവിലും ഉള്ളത്. ആ സ്വഭാവത്തിൻ്റെ ഒരു പരിധിയുടെ മനുഷ്യനും നൽകപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സകലത്തിന്മേലുള്ള അധികാരം കൊടുത്തു, സകലത്തെയും വാഴുവിനെന്ന് കൽപ്പിക്കുന്നു. പിന്നീട് ദൈവം പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിനെന്നാണ്. അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങളെല്ലാം പെരുകുന്നത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യനും ഇങ്ങനെ പെരുകുവാനുള്ള ഒരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട്.
പലരും ധരിച്ചിരിക്കുന്നത് ആദാം പാപം ചെയ്തതിൻ്റെ പേരിലാണ് സന്തതി പരമ്പരകൾ ഉണ്ടായതെന്ന്. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാം ഏകനായിരുന്നപ്പോൾ തന്നെയാണ് ദൈവം പറഞ്ഞത്, നീ പെരുകി ഭൂമിയിൽ നിറയുക. അപ്പോൾ സന്താന ഉൽപാദനം ദൈവം നേരത്തെ ആദാമിൽ കൂടെ ഹവ്വയിൽ കൂടെയും നിർണയിച്ചിട്ടുള്ള കാര്യമാണ്. അത് പാപം ചെയ്തതിൻ്റെ പേരിലല്ല. പാപം ചെയ്യുക എന്നുള്ള ആ പ്രമാണം കൊടുക്കുന്നത് പിന്നെ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ആക്കിയതിന് ശേഷമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവനൊരു തുണയുണ്ടാക്കി കൊടുക്കും എന്ന് ദൈവം കൽപ്പിക്കുന്നു. അങ്ങനെ ഹവ്വായെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ പിൻവലിക്കപ്പെടാത്ത ഒരു അനുഗ്രഹം മാത്രമേ. ഏതാണ്? സന്താനവൃത്തിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക എന്നുള്ളത്. അപ്പോൾ ആദാമിനെ ഹവ്വായെയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇവരുടെ സന്തതി പരമ്പരകൾ കൊണ്ട് ഭൂമി നിറയണം എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ആ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന് ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ള ജീവികളെ കൊന്നു തിന്നുന്നതിനോ മനുഷ്യന്റെ ആവശ്യത്തിന് മൃഗങ്ങളെ കൊല്ലുന്നതിനോ അധികാരം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. വയലിലെ സസ്യം, പിന്നെ ഭൂമിയിലെ വൃക്ഷഫലങ്ങൾ, വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന വൃക്ഷഫലങ്ങൾ, ഇതെല്ലാം കഴിച്ചിട്ട് വേണം മനുഷ്യനും സകല മൃഗങ്ങൾക്കും ജീവിക്കുവാനെന്ന്. മറ്റൊന്നിനെ കൊന്നു തിന്നുന്ന ഒരു രീതി ദൈവം ആദിമ കാലത്ത് അനുവദിച്ചില്ല എന്ന് പറയുന്നത് വളരെ ശരി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, ഒരു ജീവനെ കൊന്നു തിന്നുവാൻ അനുവദിക്കുന്ന ദൈവം അത് സ്നേഹമുള്ള ദൈവമല്ലെന്നാണ്. ഒരു ജീവി മറ്റൊരു ജീവിനെ കൊന്നു തിന്നുന്നു, മനുഷ്യൻ മൃഗങ്ങളെ കൊന്നു തിന്നുന്നു. അതൊരു സ്നേഹവാനായ ദൈവം അനുവദിക്കാവുന്ന കാര്യമല്ല എന്ന്. അതിനൊക്കെ കാരണം നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യൻ പൂർണ്ണനായിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള മൃഗവേട്ടയോ മൃഗങ്ങളെ തന്നെ വേട്ടയാടി തിന്നുകയോ ചെയ്യുന്ന രീതി ഇല്ല എന്ന് തന്നെ വേദപുസ്തകം പറയുന്നു. അപ്പോൾ ഈ അനുഭവം വളരെ കുറച്ചു കാലത്തേക്ക് ഉണ്ടായിരുന്നു. ആദാം ഏകനായിരുന്ന ആ സമയം വളരെ കുറച്ച് കാലത്ത് ആദാം ഏകനായി. ഒരിക്കൽ ദൈവം ആദാമിൻ്റെ അടുക്കൽ ഈ സൃഷ്ടിക്കപ്പെട്ട ജീവികളെല്ലാം വരുത്തുകയും ആദാം അവർക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ നോക്കിയിരിക്കുകയും ചെയ്തു. അപ്പോൾ ആദാം ഇട്ട പേര് അത് അവർക്ക് പേരായി എന്നാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഇട്ട പേര്. പക്ഷേ മനുഷ്യന് തക്കതായ ഒരു തുണയായിട്ട് ഈ ജീവികളിൽ ഒന്നിനെയും ദൈവം കാണുന്നില്ല എന്നാണ്. അത് നമുക്ക് പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ദൈവം 6 ദിവസവും സൃഷ്ടിച്ച സൃഷ്ടവസ്തുക്കളെയെല്ലാം ഒന്ന് ആകെ മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് എത്രയും നല്ലതെന്ന് കണ്ടു. എല്ലാം ഒരു വിധത്തിൽ ഭംഗിയായിരിക്കുന്നു എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. അപ്പം അങ്ങനെ 6 ദിവസം കൊണ്ട് സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷിമൃഗാദികൾ, മത്സ്യങ്ങൾ ഇവയെല്ലാം സൃഷ്ടിക്കുന്നു. അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുന്നു.
മനുഷ്യന് ഭൂമിയിൽ ആവശ്യമായ എല്ലാ വസ്തുക്കളും ഈ ഭൂമിയിൽ ഉളവായി വരുന്നു. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൃഷ്ടിയുടെ അടുക്കും ഭംഗിയും ഉദ്ദേശവും നോക്കുമ്പോൾ ബുദ്ധിമാനായ ദൈവം വലിയ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇത് സൃഷ്ടിക്കുന്നതെന്ന് വിലയിരുത്താൻ പറ്റും. മനുഷ്യനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ സൃഷ്ടിവേലകൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ ഭൂമിയിൽ എക്കാലവും ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. ആദാമിനോടും ഹവ്വയോടും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ സന്താനവൃത്തിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക എന്നുള്ളതാണ്. ഇതിൻ്റെ പിൻവരുന്ന ഭാഗങ്ങളിൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം.